ലോകത്തിൽ തന്നെ അപൂർവം ചില മനുഷ്യരിൽ മാത്രം കാണാൻ കഴിയുന്ന കുറച്ച് കഴിവുകളെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇവരുടെ ഈ കഴിവുകൾ വേറെ ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പായി നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഡേവിഡ് ഹാംഗുലർ തൻ്റെ ജനനം മുതൽ തൻ്റെ കൈയുടെ വളർച്ച തനിക്ക് നഷ്ടമായി. ചെറിയ പ്രായത്തിൽ തന്നെ തൻ്റെ ഫ്രണ്ട്സുമായി പുറത്തു പോയി കളിക്കുന്നതിന് പകരം ഡേവിഡ് തൻ്റെ മുഴുവൻ സമയവും തൻ്റെ വീട്ടിൽ ലെഗോസുമായി സമയം ചെലവഴിച്ചു. ഏറെ വൈകിയില്ല, തൻ്റെ 9-ാം വയസ്സിൽ ഡേവിഡ് ലെഗോസ് വെച്ച് ഒരു കൈ ഉണ്ടാക്കി. എന്നാൽ അത് വിജയം കണ്ടില്ല എന്ന് പറയാം. അത് നിസ്സാരമായി ഒടിഞ്ഞുപോയി. പക്ഷേ തോൽക്കാൻ താൻ തയ്യാറല്ലായിരുന്നു. നിരന്തരമായ പരിശ്രമത്തിലൂടെ താൻ സ്ട്രോങ് ആയ ഒരു ലെഗോ ഫോറാംസിന് രൂപം നൽകി. ഇത് വെച്ച് ഇപ്പോൾ എന്ത് സാധിക്കുമെന്നും മറ്റു മനുഷ്യരുടെ സാധാ കൈയേക്കാൾ വളരെ സ്ട്രോങ് ആണെന്നും പറയപ്പെടുന്നു. തൻ്റെ ഒരു കൈക്ക് വളർച്ചയില്ല എന്നതിനെക്കുറിച്ച് ഓർത്ത് ഡേവിഡ് വിഷമിച്ചിട്ടില്ല. ചൈനയിൽ താമസിക്കുന്ന സാങ് സൂയിങ് എന്ന ഇദ്ദേഹം ഒരു ബുദ്ധിമാനായ അച്ഛൻ എന്ന് വേണം പറയാൻ. എന്താണെന്ന് വെച്ചാൽ തൻ്റെ മകൾ മൊബൈൽ അഡിക്റ്റ് ആകരുതെന്ന് കരുതി മൊബൈൽസിലുള്ള എല്ലാ ഗെയിംസും തൻ്റെ മകൾക്കായി സാങ് സൂയിങ് നിർമ്മിച്ചു നൽകി. ടേറ്റിൽ ഗെയിംസ് മുതൽ മേസണർ വരെയുള്ള 160 ഗെയിമുകൾ ഇതിനകം അദ്ദേഹം തൻ്റെ മകൾക്കായി നിർമ്മിച്ചു നൽകി. അതിൽ പിന്നീട് തൻ്റെ മകൾ ഇതുവരെ ഗെയിംസിനായി ഫോൺ യൂസ് ചെയ്തിട്ടില്ലെന്നും ഏത് പുതിയ ഗെയിംസ് ഇറങ്ങിയാലും അത് തന്നെ കൊണ്ട് നിർമ്മിച്ച് എന്നിട്ട് മാത്രമേ അവൾ കളിക്കുകയുള്ളൂവെന്നും പറയുന്നു. മനുഷ്യരിൽ കുറച്ച് പേർ റൈറ്റ് ഹാൻഡേഴ്സ് ആയിരിക്കും, മറ്റു കുറച്ച് പേർ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആയിരിക്കും. ലോകത്തിൽ തന്നെ 15% ആളുകൾ മാത്രമാണ് ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആയിട്ടുള്ളത്. ബാക്കിയുള്ള 80% ആളുകളും റൈറ്റ് ഹാൻഡേഴ്സ് ആണ്. എന്നാൽ ഇതിൽ തന്നെ 1% ആളുകൾ മാത്രമാണ് ആംബിടെക്സ്റ്റേറ്റ് ആയിട്ടുള്ളത്. മനുഷ്യന് തൻ്റെ 2 കൈയും ഉപയോഗിച്ച് ഒരേ സമയം വ്യത്യസ്തമാർന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ആംബിടെക്സ്റ്റേറ്റ് എന്ന് പറയുന്നത്. റഷ്യയിലുള്ള മിഷൻ എന്ന ഇദ്ദേഹം ഒരേ സമയം തന്നെ തൻ്റെ 2 കൈകൾ ഉപയോഗിച്ച് വ്യത്യസ്തമായ ചിത്രങ്ങൾ വരയ്ക്കാനുള്ള കഴിവുണ്ട്. ഈ വീഡിയോയിൽ ഇദ്ദേഹം ഒരേ സമയം തന്നെ ഒരു ചിത്രം പെൻസിൽ കൊണ്ടും മറ്റൊന്ന് പേന കൊണ്ടും വരച്ച് മറ്റു എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നു. ടാലൻറ്റ് ആർട്ട് ഷോ എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്ത് ജഡ്ജസിൻ്റെ 2 ചിത്രങ്ങൾ ഒരേ സമയം വരച്ച് ഒന്നാം സമ്മാനമായ 10 ലക്ഷം രൂപ ഇദ്ദേഹം സമ്മാനമായി കൈക്കലാക്കുകയുണ്ടായി. അമേരിക്കയിലുള്ള ലില്ലി എന്ന ഇവൾ തൻ്റെ 8-ാമത്തെ വയസ്സ് മുതൽ ചെറിയ ഡൊമിനോസ് വെച്ച് ഇതുപോലെ അതിമനോഹരമായ ചെയിൻ റിയാക്ഷൻസ് നിർമ്മിക്കുമായിരുന്നു. ചെറിയ ചെറിയ ചെയിൻ റിയാക്ഷൻസ് ചെയ്ത് ലില്ലി ഇന്ന് താൻ സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും താൻ ചെയ്യുന്ന എല്ലാ ചെയിൻ റിയാക്ഷൻസും അതിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനകം തന്നെ 3 മില്യൺ സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുന്നു. ഇത് കാണാൻ വളരെ ഭംഗിയുള്ളതാണെങ്കിലും ഇങ്ങനെ നിർമ്മിക്കുക എന്നത് വളരെയേറെ ബുദ്ധിമുട്ടും ക്ഷമയും വേണ്ടുന്ന ഒരു കാര്യമാണ്. പൂർണ്ണമായും ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ എവിടെയെങ്കിലും കൈതട്ടി ഒന്ന് വീണാൽ തന്നെയും അതുവരെ താൻ ഉണ്ടാക്കിയ എല്ലാം തകർന്നടിയും. എന്നാൽ തൻ്റെ കഠിനമായ പരിശ്രമത്തിലൂടെ ലില്ലി ഇതുപോലെ അതിമനോഹരമായ ചെയിൻ റിയാക്ഷൻസ് ഉണ്ടാക്കി ലോക പ്രശസ്തി നേടി. നൈജീരിയയിലുള്ള ഓസ്കർ യുഗ്നോ എന്ന ഇയാൾ നോർമൽ ബോൾ പെൻ ഉപയോഗിച്ച് ഇതുപോലെ ആരെയും ഞെട്ടിക്കുന്ന ചിത്രങ്ങൾ വരയ്ക്കുന്നു. 10 രൂപ വിലയുള്ള പേന ഉപയോഗിച്ച് ഇദ്ദേഹം വരയ്ക്കുന്ന ചിത്രങ്ങൾ ഏകദേശം $600 മുകളിലാണ് വിൽക്കുന്നത്. അതായത് ഓസ്കർ വരയ്ക്കുന്ന ഒരു ചിത്രത്തിന് തന്നെ 50,000 മുകളിൽ വില വരുന്നു. അത്രയും ഭംഗിയിലും സൂക്ഷ്മതയോടെയുമാണ് ഓസ്കർ തൻ്റെ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ഇതുപോലെ ഡഗ്ലസ് എന്ന ഒരു യൂട്യൂബറും പല നിറത്തിലുള്ള കളറുകൾ ഉപയോഗിച്ച ശേഷം ചെയിൻ ഉപയോഗിച്ച് അതിനെ അതിമനോഹരമായ ഒരു ചിത്രമാക്കി മാറ്റുന്നു. വീഡിയോയിൽ കാണുന്ന പോലെ വളരെ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം അതിമനോഹരമായ ഒരു മയിലിനെ വരച്ചെടുക്കുന്നു. കോർബനറ്റ് എന്ന അമേരിക്കക്കാരനായ ഇയാൾ ജനനം മുതൽ തന്നെ കോളർ ബോൺസ് ഇല്ലാതെയാണ് ജനിച്ചത്. അപൂർവമായ ചില ആളുകൾ മാത്രമാണ് ഇങ്ങനെ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബെനറ്റിന് തൻ്റെ 2 ഷോൾഡേഴ്സും തമ്മിൽ വീഡിയോയിൽ കാണുന്ന പോലെ കൂട്ടിമുട്ടിക്കാൻ കഴിയുന്നു. കോളർ ബോൺസ് ഇല്ലാത്തതിനാൽ തന്നെ ബെനറ്റ് സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത പല അത്ഭുതപ്പെടുന്ന കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നു. ഇദ്ദേഹം ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോ ആക്കി അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. ഇത് ലക്ഷക്കണക്കിനുമുള്ള ആളുകൾ കാണുകയും ബെനറ്റിനെ ഇന്നും ആളുകൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ അതിമനോഹരവും ഭീമാകാരവുമായ ശില്പങ്ങൾക്ക് രൂപം നൽകുന്ന ഒരാളാണ് ജെയിംസ് സോളമൻ. 3 മാസത്തെ കഠിന പരിശ്രമത്തിലൂടെയാണ് ഇതുപോലെ വലിയ മനോഹരമായ ശില്പങ്ങൾക്ക് ജെയിംസ് രൂപം നൽകുന്നത്. ശില്പങ്ങളിൽ സോളമൻ ഉപയോഗിക്കുന്ന ഓരോ ഭാഗങ്ങളും കണ്ണും മുടിയും എല്ലാം തന്നെ ഒറിജിനലിനേക്കാൾ മികവുറ്റതാണ്. ഒരുപക്ഷെ ഇതെല്ലാം കൊണ്ട് തന്നെ ആയിരിക്കണം
ഇദ്ദേഹത്തിൻ്റെ നിർമ്മിതികൾക്കെല്ലാം തന്നെ പല ലക്ഷങ്ങൾ വില വരുന്നത്. നമ്മൾ ഇന്ന് കണ്ട ഈ വീഡിയോയിൽ ഇതുപോലെ കഴിവുള്ള ആരെങ്കിലും നിങ്ങൾക്കറിയാമോ? എങ്കിൽ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇതുപോലെ നിങ്ങൾ അറിയാത്ത എന്നാൽ അറിയേണ്ട ഒട്ടനവധി കാര്യങ്ങൾ ഇനിയുമുണ്ട്. അതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നത്. See you.